അതിന് മാതൃഭൂമിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലെ മാതൃഭൂമി ചേട്ടൻ വായിച്ചത് വായിച്ചായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം മീഡിയ ആൻഡ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കാരണം നിങ്ങളാണ് ഇനിയിപ്പോൾ ഈ സിനിമയെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ടത്. വാഴ കഴിഞ്ഞ 23-ാം തീയതിയാണ് തമിഴ്നാട്ടിൽ റിലീസായത്. അന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് കേരളത്തിൽ റിലീസ് എന്നുള്ളത്. സോ നാളെ മുതൽ കേരളത്തിൽ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ഇതെനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയാണ്. എൻ്റെ ലൈഫിലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. സോ അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർ കാണുന്നു, അഭിപ്രായം പറയുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം. നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബാരിയേഴ്സ് പ്രശ്നം ഉണ്ടാവല്ലോ, ഇപ്പോൾ ലാംഗ്വേജ് ആണെങ്കിലും അങ്ങനെയൊക്കെ. പക്ഷെ ഇത് വാഴ പോലത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത്ര കോംപ്ലക്സ് ആണ്, അത്ര നമ്മളോട് ഭയങ്കര റിലേറ്റബിൾ കൂടെയാണ്. എങ്ങനെയാ ശരിക്കും ഈ ഫസ്റ്റ് ഡേ ഷൂട്ടൊക്കെ പോയിട്ടും ഇപ്പോൾ ഔട്ട് കാണുമ്പോഴത്തേക്ക് എന്താ ഫീൽ ചെയ്യണേ? ഞാൻ ഇന്നാണ് ആക്ച്വലി സിനിമ കാണുന്നത്. എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് കിടപ്പായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെയാണ് സിനിമ കാണുന്നത്. എനിക്കും അത് ഒരുപാട് ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട് സിനിമ. ഞാൻ സാറ് പറഞ്ഞതുപോലെ സാറിൻ്റെ ലൈഫ് ഫുള്ള് സാർ നമ്മുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, സാർ എങ്ങനെയാണ് സാർ മാറ്റി സെൽവരാജ് ആയത് എന്നുള്ളൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഇത് കാണുമ്പോൾ മൂപ്പരുടെ സിസ്റ്ററിനെ, മൂപ്പരുടെ ഫാമിലി, ഈ കാണുന്ന ഊരിലുള്ള ആൾക്കാർ 19 പേരും മരിച്ചത് ഇവരുടെ റിലേറ്റീവ്സാണ് എല്ലാവരും മരിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഒരാൾ ആ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടാവാം, ഒരുപാട് ഇമോഷണൽ ട്രോമാസ് ഉണ്ടാവാം. ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരാൾക്കത് പിന്നെയും അതിൽ കൂടെ തന്നെ ഗോ ത്രൂ ചെയ്യാമെന്ന് പറയുന്നത്. സോ എനിക്കത് നമ്മളതിനെ പാർട്ടായിട്ട് നിൽക്കുക, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ അദ്ദേഹം ആഗ്രഹിക്കുന്ന, അദ്ദേഹത്തിന് ഈ സിനിമയിൽ വന്നപ്പോൾ ഈ സിനിമ ചെയ്യണമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ളത്. എനിക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബാരിയർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ലാംഗ്വേജിൽ ഡബിങ്ങിലൊക്കെ അവരിരുന്നിട്ട് എല്ലാ സ്ലാങ്ങും ഒക്കെ അവർ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത്. ലാംഗ്വേജ് അറിയാവുന്നത് കൊണ്ട് സ്ലാങ് കുറച്ചുകൂടി ഈസിലി പഠിക്കാൻ പറ്റും. അത്ര ടീച്ചർ ரொம்ப அழகா இருக்காங்க. അപ്പൊ ഈ കുട്ടികൾ ഭയങ്കര അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ എങ്ങനെയാണ് ഈ കണക്ഷൻ വന്നത്? എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തല്ലാതെ സംസാരിക്കുക, എങ്ങനെയാണ് കണക്ഷൻ? ആ രണ്ട് ബോയ്സ് മാത്രമല്ല, ആ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഭയങ്കര എന്താ പറയുക കുസൃതി പിള്ളേരാണ് എല്ലാവരും. ഇവരാണെങ്കിലും ശരി എല്ലാവരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ച് പേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇപ്പം നമ്മൾ ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാർ നമ്മളെ കളിയാക്കും, ഇവന്മാർ നമ്മളെ പുച്ഛിക്കും. എന്നൊരാൾ പുച്ഛിക്കാന്നൊക്കെ പറഞ്ഞ് ആലോചിക്കും. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം നല്ല കുട്ടികളാണ്. നമ്മൾ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇവരിത്രയും നന്നായിട്ട് അഭിനയിക്കുമോ, ഇവർക്ക് അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാണ്. നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവരെങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത്. എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഏറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ അവരെ ഒരു ആക്ടേഴ്സായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് മീഡിയ ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ അതെങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അവർ ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെ ഇങ്ങനെ കാണും. ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കും, കാരണം ഇവരത് എങ്ങനെയാണ് എൻജോയ് ചെയ്യണമെന്ന് അറിയാൻ. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒരുപാട് ഒരു ഡാൻസ് പെർഫോമൻസ് എങ്ങനെ എളുപ്പമായിരുന്നു അതോ? എളുപ്പമല്ലായിരുന്നു, അതെന്നറിയുമ്പോഴല്ല എളുപ്പമായിരുന്നില്ല. സാറും പിന്നെ നമുക്കൊരു ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരും കൂടെയാണ് ചെയ്തത്. ഒട്ടും എളുപ്പമല്ലായിരുന്നു. കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനല്ലേ എളുപ്പമല്ലായിരുന്നു. ഇവിടെ ഈ സാറിപ്പോ തന്നെ പറഞ്ഞല്ലോ ഈ ആക്ടേഴ്സിനെ പെർഫോം ചെയ്യിക്കുന്ന വിധം, അവരുടെ പെർഫോമൻസ് എടുക്കുന്നത്. അപ്പൊ സാറിന് ഓക്കെ ഷോട്ടൊക്കെ കിട്ടാൻ വേണ്ടി നല്ല പാടാം ഒരു 17-18 ടേക്കൊക്കെ പോയാലേ ഒരു ഓക്കെ ഷോട്ട് കിട്ടുള്ളൂ. അതിൽ ഏതാണ് ഓക്കെ ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും നല്ല പാടാം. അത് ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും. സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് സാറിന് അറിയാം. അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു.
ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ റിക്വസ്റ്റിംഗ് മീഡിയ ഫ്രണ്ട്സ് ടു കൈൻഡ്ലി വൈൻഡ് അപ്പ് വെരി ക്വിക്ലി. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്, അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ്. അമ്മയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൂട്ടരാജി ഉണ്ടായി. അത് യാതൊരുവിധ അറിയിപ്പും കിട്ടിയില്ല എന്നാണ് ഇന്നലെ മാതൃഭൂമിക്ക് കൊടുത്തത് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടൻ, ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ അല്ല. എൻ്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരെടുത്ത ഇൻ്റർവ്യൂവിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ടതാണ്. അത് മാതൃഭൂമിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്താണ് അഭിപ്രായം? അതിലെ മാതൃഭൂമിയിൽ ചേട്ടൻ വായിച്ചത് വായിച്ചായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ. സാർ ഒരു എല്ലാ സാറിനെല്ലാം